വെൽക്കം ബാക്ക് ടു ലൈഫ് കെമിസ്ട്രി. അപ്പൊ ഇന്ന് നമുക്ക് ഇനി ഈ റേഡിയേഷൻ വികിരണം നമ്മുടെ നിത്യജീവിതത്തിൽ എവിടേക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നോക്കാം അല്ലെ. നമ്മൾ ഹോട്ട് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പാത്രത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അതിന് നല്ല ചൂട് അനുഭവപ്പെടാറില്ലേ? ആ പാത്രത്തിൽ നിന്നുള്ള ഒരു ചൂട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ. അതെന്ത് കാരണമാണ്? റേഡിയേഷൻ കാരണമാണ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ സൺ റേസ് എർത്തിലെത്തുമ്പോ ഭൂമിയിൽ എത്തുന്നത് വിതൗട്ട് എനി ഹെൽപ്പ് ഓഫ് മീഡിയ ആണ് അല്ലെ. ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെയാണ്. ഒരു മാധ്യമം ഇല്ല എന്ന് പറഞ്ഞാൽ അവരാരാ? റേഡിയേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയല്ലേ, UV റേസ് അല്ലെങ്കിൽ UV റേഡിയേഷൻ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ എന്നൊക്കെ പറയാറുള്ളത് അല്ലെ. 15 കോടി കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് സണ്ണിൽ നിന്ന് എന്തെത്തുന്നത്? ഭൂമിയിലേക്ക് ആ റേസ്, ആ രശ്മികൾ എത്തുന്നത്. അവിടെ നടക്കുന്നത് എന്ത് തന്നെയാ? റേഡിയേഷൻ ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ നല്ല തണുപ്പുള്ള സമയത്ത് ക്യാമ്പ് ഫയറിലെ, അതായത് ഇതുപോലെ വെയിൽ കായാൻ വേണ്ടിയിട്ട്, ചൂട് കായാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കാറില്ലേ തീയുടെ അടുത്ത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഏത് വഴിയാണ്? എന്ത് പ്രേഷണം ചെയ്തിട്ടാണ്? താപം പ്രേഷണം ചെയ്യുന്നത് ഈ റേഡിയേഷൻ വഴിയാണ്. അതുപോലെ തന്നെ ഒരു കത്തി നിൽക്കുന്ന ഒരു ബൾബിന്റെ അടുത്ത് കുറച്ച് സമയം നമ്മളിങ്ങനെ കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം ഓൺ ആയിട്ടുള്ള ബൾബാണെങ്കിൽ അതിൽ നിന്നൊരു താപം നമുക്ക് ഫീൽ ചെയ്യും. അതിന് കാരണം എന്ത് തന്നെയാണ്? റേഡിയേഷൻ ആണ്. അതുപോലെ തന്നെ നോക്കിയേ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇലക്ട്രിക് ഓവനിലൊക്കെ വെച്ചിട്ട് ചൂടാക്കാറില്ലേ? അപ്പൊ ആ ചൂടാക്കുന്ന സമയത്ത് അതിന്റെ അടുത്തേക്ക് നമ്മൾ കൈ വെച്ചിട്ട് എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കൈ കൊള്ളാറുണ്ട്. അതിന് കാരണം റേഡിയേഷൻ ആണ്. പിന്നെ നോക്കിയേ, ഇതുപോലെ എന്ത് ചെയ്യാ, റോഡുകളിലൊക്കെ നമ്മൾ കുറേ സമയം നിൽക്കുന്ന സമയത്ത് റോഡിൽ നിന്നൊരു ചൂട് ഇങ്ങനെ നമ്മളെ അടുത്തേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ലേ? അതിന് കാരണം റേഡിയേഷൻ ആണ്. അതുപോലെ തന്നെ കുറേ വാഹനങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് കുറേ സമയം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ റേഡിയേറ്റർ വളരെ ചൂടാവുന്നത് കാണാല്ലേ. അപ്പൊ ഈ റേഡിയേറ്ററിൽ നിന്ന്, ആ പേര് തന്നെ ഉണ്ട് റേഡിയേറ്റർ. അപ്പൊ അതിൽ നിന്ന് വരുന്നത് എന്താണ്? റേഡിയേഷൻസ് ആണ്. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബോണറ്റിലെ ഈ കാറിന്റെ ഈ ഫ്രണ്ട് ഏജ് നമ്മൾ തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാറ്? അതിലേക്ക് വാട്ടർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ്? റേഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണ്. പിന്നെ മിസ് ഓൾറെഡി എന്ത് പറഞ്ഞു? സമ്മർ സീസണില്, ചൂട് കാലത്ത് നമ്മൾ ഏത് ഡ്രസ്സ് ഉപയോഗിക്കാൻ പാടില്ല? ബ്ലാക്ക് കളർ ഡ്രസ്സ് അല്ലെങ്കിൽ ഡാർക്ക് കളർ ആയിട്ടുള്ള ഡ്രസ് ഉപയോഗിക്കരുത്. എന്നാൽ ഏത് ഉപയോഗിക്കാം? കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സസ് നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താ പറഞ്ഞത്? ഹോട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ സണ്ണിൽ നിന്നൊക്കെ വരുന്ന റേഡിയേഷൻസിനെ കൂടുതൽ അബ്സോർബ് ചെയ്യുക, ഉള്ളിലേക്ക് വലിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യാണ് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളേർഡ് ഡ്രസ്സസ് ചെയ്യുന്നത്. എന്നാൽ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള വൈറ്റ് പോലുള്ള കളറുകൾ ഇവരെന്താ ചെയ്യുക? പുറത്തേക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം കൂളാക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട്. വീടിന്റെ മേൽക്കൂരകളൊക്കെ ലൈറ്റ് കളേർഡ് പെയിന്റ് അടിക്കാനൊക്കെ ഉള്ള റീസൺ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ പറഞ്ഞത്? ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണെങ്കിൽ അവർ ഹീറ്റിനെ റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുക. എന്ത് റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രതിപദിക്കുക, ഒരു സ്ഥലത്ത് നിൽക്കാതെ അതിന് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുക. ആരെക്കാളും ബ്ലാക്ക് കളറിനേക്കാളും. അതുകൊണ്ട് തന്നെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സസ് സമ്മറിൽ ധരിക്കുമ്പോൾ നല്ലതാണ്. വിന്റർ സീസണിൽ ഡാർക്ക് കളേർഡ് ധരിക്കുക. കാരണം എന്താ? ഓൾറെഡി തണുപ്പായിരിക്കും. കുറച്ചും കൂടെ ഒന്ന് വാംത്തായിട്ട് തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം? ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില പൊടിക്കൈകളുടെ ഒക്കെ പിറകിലുള്ള സയൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുന്നത്.